ഇത് കഴിച്ചാൽ ചത്തുപോകും, അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, തള്ളിക്കളയാൻ വരട്ടെ. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ കാരണമാകും കേട്ടോ ഡെയിലി കഴിക്കുവാണെങ്കിൽ മാത്രം. ഇതാണ് നമ്മുടെ പണ്ടത്തെ നൊസ്റ്റു ഐറ്റം, ഓർക്കുന്നുണ്ടോ? നമ്മുടെ സ്വന്തം പുളിമുട്ടായിട്ട്. അത് നമ്മൾക്ക് ഗ്യാസ് സ്റ്റൗ ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ, നല്ല ടേസ്റ്റി ആണല്ലേ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിലെന്തൊക്കെ കെമിക്കൽസ് ചേർത്തിട്ടുണ്ടെന്നൊന്നും അറിയില്ല. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് വെള്ളം, പഞ്ചസാര ആൻഡ് എന്താണ് വേണ്ടത്? വെള്ളം, പഞ്ചസാര ആൻഡ് പുളി. മെയിനായിട്ട് പുളി കേട്ടോ. പുളി ഇല്ലാണ്ടൊരു കാര്യമില്ല അല്ലേ. അപ്പോൾ പുളി ചേർക്കുമ്പം പുളിയുടെ കുറച്ച് അളവ് കുറച്ച് വേണം പഞ്ചസാര ഇടാൻ, എന്നാലേ പുളി ഒന്ന് സെറ്റായി കിട്ടും. ഈ പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ കേട്ടോ. മധുരമാണ് ഒന്നുകൂടി താല്പര്യമെങ്കിൽ മധുരം കുറച്ചുകൂടി കയറ്റിയിടാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, എന്താണ് ആദ്യം ഇടണ്ടേ അല്ലെങ്കിൽ കൂടുതൽ ഇടണ്ടേ. യെസ് ഗൈസ്. അങ്ങനെ അതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചങ്ങ് തിരുമ്മി അതിൻ്റെ പൾപ്പ് മൊത്തം എന്ത് ചെയ്യുക, ആ ഒരു വെള്ളത്തിലോട്ട് ഇടുക. അപ്പം എന്താ, അത് ഇച്ചിരി ഒന്ന് കട്ടിയായിട്ട് കിട്ടും. വെള്ളം കുറച്ചുകൂടി നമ്മുടെ പുളിമിഠായിയുടെ കണ്ടൻസിയില്ലേ, എൻ്റെ അക്ഷരം തെറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം, പ്രൊനൗൺസിയേഷൻ അതൊക്കെ വിടും. നമ്മുടെ പുളിമിഠായിയാണ് മെയിൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായി ഞെരട്ടി ഒരു പുളിമിഠായിൻ്റെ കണ്ടൻസിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതാണ് മെയിൻ. അപ്പോഴത്തേനും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒരു പാർട്ട് എടുത്തിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ നിർത്താം. പിന്നെ നിങ്ങളുടെ കൈ കഴുകിയിട്ട് മാത്രം ഇത് ഞെരടുക, ലൈക്ക് പല രോഗാണുക്കളും കയറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.